മലബാർ മേഖലയുടെ സ്പന്ദനങ്ങളുമായി സമീർ സി മോദ് കോഴിക്കോട് ചേരുന്നു. സമീർ, മലബാർ മേഖലയും ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുക്തമല്ല, പ്രശ്നമുക്തമെന്ന് മാത്രമല്ല പ്രശ്നഭരിതമാണ്. അവിടെ കുറ്റ്യാടിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ട്. കുന്നമംഗലത്ത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ 1 അല്ല 4 ഉമതുമാർ പത്രിക കൊടുത്ത സാഹചര്യമുണ്ട്. നാദാപുരത്ത് CPM ഒളവണ്ണയിൽ അങ്ങനെ ആ മേഖല ഒന്നാകെ, ഇപ്പോൾ വയനാട് ജഷീർ പള്ളിവേൽ, അങ്ങനെ ആ മേഖല ഒന്നായി നോക്കിക്കഴിഞ്ഞാൽ കടുത്ത വിമതശല്യം അവിടെയുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മുന്നണികൾക്ക് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർണായകമാണ്. സമീർ, തീർച്ചയായും ഹാഷ്മി, വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയാണ് മലബാറിലുമുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും ഒരുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത്. പ്രധാനമായും പ്രശ്നങ്ങൾ ഉള്ളത് UDF-ലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്തും കോഴിക്കോടും മുസ്ലിം ലീഗിൻ്റെ അകത്താണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുന്നിടത്ത് യൂത്ത് ലീഗ് മത്സരിക്കുന്നതാണ് മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ കോഴിക്കോട് നാദാപുരത്താണെങ്കിൽ CPM-ഉം CPI-യും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലുമുള്ളത്. ഈ വിധത്തിൽ മുസ്ലിം ലീഗിനകത്ത്, അതുപോലെ തന്നെ കോൺഗ്രസിനകത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. തമ്മിൽ UDF-നകത്ത് തമ്മിൽ മത്സരം നിലനിൽക്കുന്നു. LDF-നകത്താണെങ്കിൽ CPM-ഉം CPI-യും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് M-ഉം മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേതാക്കൾ ഇവരെയൊക്കെ തന്നെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതിനിടയിലാണ് ഇന്നത്തെ ഈ സൂക്ഷ്മ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള സൂക്ഷ്മ പരിശോധന രാവിലെ 10 മണി മുതൽ തന്നെ ആരംഭിച്ചു. 9977 പേരാണ് കോഴിക്കോട് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 211 നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 3 ഇടങ്ങളിലായിക്കൊണ്ടാണ് സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 25 വരെയുള്ള വാർഡുകൾ, അതുപോലെ തന്നെ 26 മുതൽ 50 വരെയുള്ള വാർഡുകൾ, പിന്നീട് 51 മുതൽ 76 വരെയുള്ള വാർഡുകൾ, ഇങ്ങനെ 3 ആയി വിഭജിച്ചുകൊണ്ടാണ് ഈ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. കോർപ്പറേഷനിൽ 2 ഇടങ്ങളിലായിക്കൊണ്ട് സൂക്ഷ്മ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഒരു റിട്ടേണിംഗ് ഓഫീസർ. അവിടെ ഫിഷറീസ് വകുപ്പിൻ്റെ ഓഫീസിലും ഈ വിധത്തിലുള്ള സൂക്ഷ്മ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ അവരെ നിർദ്ദേശിച്ചവർ, ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൂക്ഷ്മ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ആ ഒരു സമയമുള്ളത്. അതിനകത്ത് എത്രമാത്രം സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വിഷയം കൂടി ഈ നേതാക്കൾക്കിടയിൽ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതായത് വിമതരുണ്ട്, മാത്രമല്ല ഈ വിമതർ തന്നെ പലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അവരൊക്കെ തന്നെ ഇനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും നേതാക്കളൊക്കെ തന്നെ അനുനയ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നലെ 3 മണിയോടുകൂടെ പൂർത്തിയായി. ഇപ്പോൾ 9977 പേരാണ് കോഴിക്കോട് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ സൂക്ഷ്മ പരിശോധനയാണ് പുരോഗമിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.